പ്രവാസലോകത്തെ വാർത്തകൾ. ഇന്ത്യ ഒമാൻ അന്തിമ സ്വതന്ത്ര വ്യാപാര കരാർ ഉടനുണ്ടാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സന്തോഷവാർത്തകൾ പ്രതീക്ഷിക്കാമെന്നും ഗോയൽ പറഞ്ഞു. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്ന ഔദ്യോഗികമായി വിളിക്കപ്പെടുന്ന കരാറിനുള്ള ചർച്ചകൾ 2023 നവംബറിലാണ് ഔദ്യോഗികമായി ആരംഭിച്ചത്. വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുന്നതിനായി ഫ്രഞ്ച് നേതാക്കളുമായും ബിസിനസ് സംരംഭകരുമായും മന്ത്രി ഗോയൽ ഒമാനിൽ ചർച്ചകൾ നടത്തും. ചൊവ്വാഴ്ച ലോക വ്യാപാര സംഘടനയുടെ മിനി മന്ത്രിതല ഉദ്ഘാടനത്തിലും അദ്ദേഹം പങ്കെടുക്കും. GCC രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി രാജ്യമാണ് ഒമാൻ. UAEയുമായും ഇന്ത്യയ്ക്ക് ഇതിനകം സമാനമായ കരാറുണ്ട്. 2024-25 ഉഭയകക്ഷി വ്യാപാരം ഏകദേശം $10.5 ബില്യൺ ആയിരുന്നു. ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതി പെട്രോളിയം ഉൽപ്പന്നങ്ങളും യൂറിയയുമാണ്. ഇറക്കുമതിയുടെ 70% ഇവയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർ ഇന്ത്യയും എയർ മൗറീഷ്യസും തമ്മിൽ കോഡ് ഷെയർ പങ്കാളിത്തം. ന്യൂഡൽഹിയിൽ നടന്ന 81ാമത് എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗത്തിൽ 2 വിമാന കമ്പനികളും കരാറിൽ ഒപ്പുവച്ചു. ദക്ഷിണാഫ്രിക്ക, റീയൂണിയൻ, മഡഗാസ്കർ എന്നിവയുമായി മൗറീഷ്യസ് വഴി ഇന്ത്യക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്ന കോഡ് ഷെയർ പങ്കാളിത്തം വികസിപ്പിക്കുന്നതായി എയർ ഇന്ത്യയും എയർ മൗറീഷ്യസും പ്രഖ്യാപിച്ചു. എയർ ഇന്ത്യക്ക് വേണ്ടി കാംബൽ വിൽസണും എയർ മൗറീഷ്യസ് ചെയർമാൻ കിഷോർ ബീഗുമാണ് വിപുലീകരിച്ച കോഡ് ഷെയർ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചത്. 17 റൂട്ടുകളിൽ എയർ ഇന്ത്യയും എയർ മൗറീഷ്യസും അവരുടെ ഡിസൈനർ കോഡുകൾ സ്ഥാപിക്കുമെന്ന് പറയുന്നു. സാധാരണയായി ഒരു കോഡ് ഷെയർ പങ്കാളിത്തം വഴി ഒരു എയർലൈന് അവരുടെ പങ്കാളി കാരിയറിൽ ഒറ്റ ടിക്കറ്റിൽ യാത്രക്കാരെ ബുക്ക് ചെയ്യാൻ അനുവദിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിലേക്കും ജോഹന്നാസ്ബർഗിലേക്കും മഡഗാസ്കറിലെ അൻഡാന നാരുവോയിലേക്കും തിരിച്ചുമുള്ള എയർ മൗറീഷ്യസ് വിമാനങ്ങളിൽ എയർ ഇന്ത്യ AI ഡിസൈനർ കോഡ് സ്ഥാപിക്കും. മൗറീഷ്യസിനും മുംബൈക്കും ഡൽഹിക്കും റീയൂണിയനും ഇടയിലുള്ള എയർ മൗറീഷ്യസ് വിമാനങ്ങളിൽ എയർലൈൻ ഇതിനകം കോഡ് ഷെയർ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഒമാനിൽ മരുന്നുകളുടെ പരസ്യങ്ങൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. മരുന്ന് വിപണിയിലെ ധാർമ്മിക രീതികൾ ഉറപ്പാക്കുന്നതിനാണ് നടപടി. ഒമാൻ ഡ്രഗ് സേഫ്റ്റി സെന്ററാണ് നിയമം നടപ്പിലാക്കുന്നത്. ലൈസൻസിംഗ് നടപടിക്രമങ്ങൾക്ക് അംഗീകാരം നേടേണ്ട രീതി, ലൈസൻസിന്റെ കാലാവധി, അപേക്ഷ നിരസിച്ചാലുള്ള തുടർ നടപടികൾ എന്നിവയെല്ലാം പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. മരുന്നുകളുടെ പരസ്യങ്ങൾ നൽകുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണം. ലൈസൻസ് ഉള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ മരുന്നുൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യാൻ പാടുള്ളൂ. അംഗീകാരം ലഭിച്ച ലൈസൻസ് ഉള്ളവർക്ക് 2 വർഷമാണ് കാലാവധി. ആവശ്യമായ രേഖകൾ സമർപ്പിക്കുന്നതിൽ കാലതാമസമുണ്ടായാൽ ലൈസൻസ് നിരസിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യും. പരസ്യം ചെയ്യുന്ന മരുന്ന് അപകടകരമാണെന്ന് കണ്ടെത്തിയാൽ പരസ്യം ചെയ്യാനുള്ള ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കാൻ ഡ്രഗ് സേഫ്റ്റി സെന്ററിന് അധികാരമുണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ മെട്രോ യാത്രക്കാർക്കായി അത്യുഗ്രൻ ഓഫറുമായി ദോഹ മെട്രോ. 3 മാസത്തേക്കുള്ള പാസ് എടുത്താൽ 4 മാസം സൗജന്യ യാത്ര ചെയ്യാൻ അവസരം. ബൈ 3 ഗെറ്റ് 1 ഫ്രീ എന്ന ടാഗ് ലൈനിലാണ് മെട്രോ പാസ് ഓഫർ പ്രഖ്യാപിച്ചത്. ജൂൺ 30 വരെയുള്ള കാലാവധിക്കുള്ളിൽ 1 മാസത്തെ ടിക്കറ്റ് സ്വന്തമാക്കുന്നവർക്കായിരിക്കും ഈ ഓഫർ ബാധകമാവുകയെന്ന് ദോഹ മെട്രോ അറിയിച്ചു. ദോഹ മെട്രോ ലുസൈൽ ട്രാവൽ കാർഡുള്ള യാത്രക്കാർക്കാണ് ഈ ഓഫർ. ഒരേ ട്രാവൽ കാർഡിൽ തന്നെയായിരിക്കും 3 മാസവും ട്രാവൽ പാസ് വാങ്ങേണ്ടത്. എങ്കിൽ മാത്രമേ 4ാമത് മാസത്തിൽ സൗജന്യ പാസ് അനുവദിക്കൂ. 120 റിയാലാണ് 30 ദിവസം കാലാവധിയുള്ള മെട്രോ പാസിന്റെ നിരക്ക്. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫാമിലി ക്ലാസ് കമ്പാർട്ട്മെന്റിൽ മാത്രമായിരിക്കും യാത്ര ചെയ്യാൻ അവസരം. ഉടമയ്ക്ക് മാത്രമേ ഈ ട്രാവൽ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പാടുള്ളൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗുജറാത്തിൽ ഫിൻലാൻഡ് പുതിയ കോൺസുലേറ്റ് തുറക്കുന്നു. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകും. അടുത്ത തിങ്കളാഴ്ച ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഓണററി കോൺസുലേറ്റ് തുറക്കുന്നത്. ഡൽഹിയിലെ ഫിൻലാൻഡ് എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡിജിറ്റലൈസേഷൻ, വിദ്യാഭ്യാസം, സ്ഥിരത, നവീകരണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ പ്രാദേശിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള ഫിൻലാൻഡിന്റെ താൽപര്യമാണ് പ്രതിഫലിക്കുന്നത്. ഗുജറാത്ത് ആസ്ഥാനമായുള്ള പ്രമുഖ ബിസിനസ് ഉടമയായ കുലിൻ ലാൽബായിയെ ഓണററി കൗൺസിലായി നിയമിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉന്നതതല ഫിന്നിഷ് ബിസിനസ് പ്രതിനിധി സംഘവും വരുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ, വ്യവസായ സംരംഭകർ,
കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവുകൾ, അക്കാദമിക് വിദഗ്ധർ എന്നിവരുമായി ഇവർ ചർച്ചകളിൽ ഏർപ്പെടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.